ഹായ് ഓൾ, ഇന്നത്തെ സൈക്കോളജി കേസ് ഡയറിയിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് 53 വയസ്സുകാരിയായ ഒരു ലേഡിയുടേതാണ്. അവർക്ക് 2 മക്കളാണുള്ളത്. ഭർത്താവ് മരിച്ചിട്ട് 3 മാസമായി. എന്തിനാണ് കൗൺസിലിങ്ങിന് വന്നത് എന്ന ചോദ്യത്തിന് മക്കളുടെ മറുപടി ഇങ്ങനെയായിരുന്നു. അമ്മ കുറച്ച് നാളായി പരസ്പര ബന്ധമില്ലാതെ സംസാരിക്കുന്നു. വീട്ടിൽ നിന്ന് പലപ്പോഴും അലറിക്കൊണ്ട് പുറത്തേക്ക് ഓടിപ്പോവുക, രാത്രി ഉറങ്ങുന്ന സമയം പെട്ടെന്ന് എഴുന്നേറ്റ് നിലവിളിക്കുക, ചിരിക്കുക, ഉച്ചത്തിൽ സംസാരിക്കുക, സ്വന്തം കാര്യങ്ങൾ നോക്കാതെ ആവുക, എന്തൊക്കെയോ അബ്നോർമാലിറ്റീസ് അമ്മയിൽ കാണുന്നുണ്ട് എന്നാണ് മക്കൾ പറഞ്ഞത്. പിന്നെ അതുപോലെ ഒരു ദിവസം അമ്മ എഴുന്നേറ്റ് ഞാൻ ദേവിയാണ്, ഈ ഭൂമിയിലെ എല്ലാ പ്രശ്നങ്ങളും തീർക്കാൻ എന്നെക്കൊണ്ടാവും എന്നൊക്കെ പറഞ്ഞ ദിവസങ്ങളും ഉണ്ടായിരുന്നു എന്നാണ് മക്കൾ പറഞ്ഞത്. ഇതെല്ലാം കേട്ടതിന് ശേഷം നമ്മൾ അവരോട് സംസാരിക്കുകയുണ്ടായി. അപ്പോൾ ആ ലേഡി പറഞ്ഞത് ഇങ്ങനെയായിരുന്നു. എനിക്ക് കുറേ ആളുകളുണ്ട് എൻ്റെ കൂടെ. അവരെല്ലാം പറയുന്നത് ഞാൻ ഈ ഭൂമിക്ക് ഭാരമാണ്, ഞാൻ ഇവിടെ നിന്ന് മരിക്കണം എന്നുള്ളതാണ്. പക്ഷെ അവരാ പറയുന്ന സമയം അതത്രയ്ക്ക് ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാവുന്നുണ്ടായില്ല. കാരണം അവരെടുത്തും വലത്തും നോക്കിക്കൊണ്ടാണ് മുഴുവൻ സമയവും സംസാരിച്ചുകൊണ്ടിരുന്നത്. ഒരിക്കലും നേരെ നിന്നല്ല നമ്മളോടിത് സംസാരിച്ചത്. ദേവിയാണോ എന്നുള്ള ചോദ്യത്തിന് അവരുടെ മറുപടി വന്നത് വളരെ പെട്ടെന്നായിരുന്നു. ഞാൻ ദേവിയാണെന്നും എല്ലാ രാത്രികളിലും ദേവൻ വന്ന് തൻ്റെ ശരീരത്തെ സ്പർശിക്കുമെന്നാണ് ഇവർ പറഞ്ഞുകൊണ്ടിരുന്നത്. എല്ലാ രാത്രികളിലും ദൈവം വരികയും അതുപോലെ അവരോട് സംസാരിക്കുകയും അവർ ഒരുമിച്ച് കുറച്ചു നേരം അവരുടേതായ ലോകത്തായിരിക്കുമെന്നാണ് ഈ ലേഡി പറഞ്ഞുകൊണ്ടിരുന്നത്. അവരിത് പറയുന്ന സമയം അവരുടെ മുഖത്ത് ചിരിയും അതോടൊപ്പം ദേഷ്യവും മാറി മാറിയാണ് വന്നുകൊണ്ടിരുന്നത്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ആ ലേഡി പാരനോയിഡ് സ്കീസോഫ്രീനിയ എന്ന രോഗാവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നതെന്നാണ്. മനുഷ്യൻ്റെ ചിന്താശേഷിയെ സ്വാധീനിക്കുന്ന ഒരു രോഗാവസ്ഥയാണ് സ്കീസോഫ്രീനിയ. ഹെറിഡിറ്ററി ആയിട്ടും ഡോപ്പമിൻ, ഗ്ലൂട്ടാമേറ്റ്, സെറോട്ടോണിൻ മുതലായ തലച്ചോറിലെ രാസമാറ്റങ്ങളും ഇതിന് കാരണമാകുന്നു എന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഈ രോഗം ബാധിക്കുന്നു. പലർക്കും പല രീതിയിലായിരിക്കും ഇതിൻ്റെ ലക്ഷണങ്ങൾ അനുഭവപ്പെടുന്നത്. ഇതിൽ ഏറ്റവും കൂടുതലായി കാണുന്ന ലക്ഷണമാണ് പാരനോയിഡ്. ഇങ്ങനെയുള്ള വ്യക്തികൾ തെറ്റായ വിശ്വാസത്തിലൂടെ മുമ്പോട്ട് പോകുന്നവരായിരിക്കും. പരിചയമില്ലാത്ത അസാധാരണമായ ശബ്ദങ്ങൾ കേൾക്കുക, അതനുസരിച്ച് പ്രവർത്തിക്കുക, മറുപടി കൊടുക്കുക, താല്പര്യക്കുറവ്, പരസ്പര ബന്ധമില്ലാതെ സംസാരിക്കുക, ശരീരത്തിൽ എന്തോ ഇടയുന്ന പോലെ തോന്നുക, ഇല്ലാത്ത വ്യക്തികളോട് സംസാരിക്കുക, ചേഷ്ടകൾ കാണിക്കുക, ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുക എന്നീ തുടങ്ങി പല ലക്ഷണങ്ങളും ഇതിനുണ്ട്. പൂർണ്ണമായി ചികിത്സിച്ച് മാറ്റാൻ കഴിഞ്ഞില്ലെങ്കിലും ചികിത്സയിലൂടെ കുറേയൊക്കെ ഭേദമാക്കാൻ നമുക്ക് സാധിക്കും. മനോരോഗ വിദഗ്ധന്മാരാണ് ഇത്തരം കേസുകൾ ചികിത്സിക്കുന്നത്. സ്കീസോഫ്രീനിയ എന്താണെന്നും അതിൻ്റെ ലക്ഷണങ്ങൾ എന്താണെന്നും അതുമായി ബന്ധപ്പെട്ട കേസും നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. കൂടുതൽ കേസുകളുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു. ബൈ.